നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ 5 താലൂക്കുകളിലായി നിലവിൽ 11 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ശക്തമായ മഴയിൽ കൊടകരയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. വ്യാപാരി വ്യവസായി സമിതി നേതാവും CPIM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ ബിന്നി ഇമ്മട്ടിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. വാർത്തകൾ വിശദമായി. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ 5 താലൂക്കുകളിലായി നിലവിൽ 11 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 54 കുടുംബങ്ങളാണുള്ളത്. ഇതിൽ 72 പുരുഷന്മാരും 79 സ്ത്രീകളും 37 കുട്ടികളും ഉൾപ്പെടുന്നു. ചാലക്കുടി 1, കൊടുങ്ങല്ലൂർ 2, കുന്നംകുളം 1, മുകുന്ദപുരം 6, തൃശൂർ 1 എന്നിങ്ങനെയാണ് വിവിധ താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന ക്യാമ്പുകളുടെ എണ്ണം. കഴിഞ്ഞ 24 മണിക്കൂറിൽ ജില്ലയിൽ 58.33 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. 17 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. PWD റോഡുകൾ തകർന്നത് 85.7 ലക്ഷം രൂപയുടെയും KSCBക്ക് 31.922 ലക്ഷം രൂപയുടെയും നഷ്ടമുണ്ടായതായി അധികൃതർ അറിയിച്ചു. ജില്ലയിൽ നിലവിൽ പെരിങ്ങൽകുത്ത്, പൂമല, അസുരൻകുണ്ട് ഡാമുകൾ തുറന്നിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് 5 ഷട്ടറുകൾ, പൂമല 4, അസുരൻകുണ്ട് 3 ഷട്ടറുകൾ വീതമാണ് ജലം ഒഴുക്കിവിടുന്നത്. ശക്തമായ മഴയിൽ കൊടകരയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കൊടകര അഴകം അമ്പാടി ലൈനിലെ സുരഭി നിവാസ് റാവുവിന്റെ വീട്ടുകിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30യോടെയായിരുന്നു സംഭവം. സംരക്ഷണ ഭിത്തിയോടൊപ്പം മോട്ടോറും കിണറിൽ താഴ്ന്നുപോയി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, വിനയൻ തോട്ടാപ്പള്ളി, കോടന നാരായണൻകുട്ടി, E ഗിരീശൻ, ഡൽജിത്ത് ഞെർലേലി, VR രഞ്ജിത്ത്, ബൈജു അറക്കൽ, ജസ്റ്റിൻ ഡൊമിനിക്, ഷാജു വെളിയൻ, ജോയ് ചെമ്പകശ്ശേരി, PK അരുൺകുമാർ, ജോസ് കോച്ചക്കാടൻ, പ്രനില ഗിരീശൻ, മിനി ദാസൻ, സിജോ മാത്തള എന്നിവർ നേതൃത്വം നൽകി. ഇവിടുത്തെ മിനി സിവിൽ സ്റ്റേഷൻ കൊണ്ടുവരാനുള്ളൊരു കാരണം അദ്ദേഹം ഇവിടെ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അതിന് മിനി അന്നത്തെ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ സെൻട്രൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിമാസ പ്രഭാഷണ പരമ്പരയായ ബിബ്ലിയോകോർ സ്പെക്ട്രം ടാക് സീരീസിന്റെ ഉദ്ഘാടനം നടന്നു. പ്രശസ്ത മാനേജ്മെന്റ് വിദഗ്ധൻ C ശ്രീധർ അറന്നാല ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പാൾ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ റവറന്റ് ഫാദർ ആന്റോ വട്ടോലി, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീൻ പ്രൊഫസർ VJ തോമസ്, ലൈബ്രറിയൻ ഡോക്ടർ V ഷാജി, അധ്യാപകരായ ഡോക്ടർ ഹന്ന ജോസഫ്, സാവിയോ ഫെർണാണ്ടസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. By the minute, the detailing, the principal Mr. Joy, vice principal, thank you all for supporting us. And you mentioned that we are doing a service product which is at least 200 years, older than you. And that was possible only because of the support that we gave. You have to read it. ഞാനിപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഡോക്ടറുടെയും അതുപോലെ തന്നെ ഈ ഡോഗ്സ് ഇന്ത്യൻ ഡോഗ്സിന് പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുന്നതൊക്കെ സിസ്റ്റംസ് ആൻഡ് ഫ്രേസസ് ഈവൻ ദ കൺസെപ്റ്റ് ദാറ്റ് ഈസ് നോട്ട് ടു യു. നിങ്ങൾക്ക് അറിയാവുന്ന കൺസെപ്റ്റുകളാണ്. വീട്ടിൽ ചാരായം വാറ്റി വിൽപ്പന നടത്തിയിരുന്ന വൃദ്ധൻ എക്സൈസിന്റെ പിടിയിലായി. പരിയാരം വേളൂക്കര പുതുശ്ശേരി വീട്ടിൽ 64 വയസ്സുള്ള വർഗീസാണ് പിടിയിലായത്. വീട്ടിൽ നിന്ന് 100 ലിറ്റർ ചാരായം ഉണ്ടാക്കാനുള്ള വാഷും 2 ലിറ്റർ ചാരായവും വാറ്റ് ഉപകരണങ്ങളും പിടികൂടി. കുറച്ച് നാളുകളായി ഇയാൾ വീട്ടിൽ ചാരായം വാറ്റിയ ശേഷം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു. വേളൂക്കര ജംഗ്ഷനിൽ ചായക്കടയും ഇയാൾ നടത്തുന്നുണ്ട്. സമീപത്ത് അടുത്തടുത്ത വീടുകളും റോഡിനോട് ചേർന്നുള്ള വീട്ടിൽ കുറച്ച് നാളുകളായി ചാരായം വാറ്റി വിൽപ്പന നടത്തി വന്നിട്ടും ആരും അറിഞ്ഞിരുന്നില്ല. എക്സൈസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് കുറച്ച് ദിവസങ്ങളായി നടത്തിയ പരിശോധനയിലാണ് വീട് കണ്ടെത്തുവാൻ സാധിച്ചതെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KN സുരേഷ്,
ജെയ്സൺ ജോസ്, EP ദിബോസ്, KP സുനിൽകുമാർ, PP ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. മേൽ നടപടിക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. മറ്റ് സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തുന്ന രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നേ ദിവസമാണ് വേളൂർക്ക ഭാഗത്ത് പുതുശ്ശേരി വീട്ടിൽ മിഖായിൽ മകൻ വർഗീസ് എന്നയാളാണ് ചാരായം മാറ്റുന്ന വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീട് പരിശോധിച്ചതിൽ ഈ വീട്ടിൽ നിന്നും 100 ലിറ്റർ വാഷും 2 ലിറ്റർ ചാരായം വാറ്റുപകരണവും കണ്ടെടുത്തിട്ടുള്ളതാണ്. അളഗപ്പ നഗർ പയ്യാക്കരയിൽ കനത്ത മഴയിൽ വീട് തകർന്നു. പയ്യാക്കര മാപ്രാണി ജോയിയുടെ ഓടിട്ട വീടാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. വീടിന്റെ അടുക്കള വശം പൂർണ്ണമായും നിലംപൊത്തി. ജോയിയും ഭാര്യയും 2 മക്കളുമാണ് വീട്ടിൽ താമസം. അപകട സമയത്ത് ജോയിയുടെ മകൻ വീടിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാലപ്പഴക്കമുള്ള വീടിന്റെ ചുമരും വീണ നിലയിലാണ്. ആമ്പലൂർ വില്ലേജ് ഉദ്യോഗസ്ഥരും അളഗപ്പ നഗർ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. വാർഡംഗം ജിജോ ജോണിന്റെ നേതൃത്വത്തിൽ വീട്ടുകാരെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. വ്യാപാരി വ്യവസായി സമിതി നേതാവും CPIM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ ബിന്നി ഇമ്മട്ടിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. രാവിലെ CPIM തൃശൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന പൊതുദർശനത്തിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. തുടർന്ന് തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിലും ഇമ്മട്ടി ടവറിലെ വീട്ടിലും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും വ്യാപാര സംഘടനാ നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. ജീവൻ TVക്ക് വേണ്ടി ജീവൻ TV എക്സിക്യൂട്ടീവ് ഡയറക്ടർ PJ ആന്റണി, തൃശൂർ ബ്യൂറോ റിപ്പോർട്ടറും KCB ന്യൂസ് മാനേജിംഗ് ഡയറക്ടറുമായ TG അജോ എന്നിവർ ചേർന്ന് അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 4 മണിയോടെ കിഴക്കേക്കോട്ട മാർ യോഹനാൻ മാം ദാനാപ്പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 ഹൃദയാഘാതത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റും സംസ്ഥാന ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് അംഗവുമാണ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ നട്ടെല്ലിന് ട്യൂമർ ബാധിച്ച വിദ്യാർത്ഥിക്ക് കാരുണ്യ സ്പർശമായി അധ്യാപകർ. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചാലക്കുടി സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ സമാഹരിച്ച ധനസഹായം KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് കുട്ടി പഠിക്കുന്ന തേശ്ശേരി AUP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് KI വില്ലി ജീനിന് കൈമാറി. സബ് ജില്ലാ പ്രസിഡന്റ് PU രാഹുൽ അധ്യക്ഷത വഹിച്ചു. KPSTA ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ M കുമാർ ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. MB മിനിമോൾ, MS ഫേബി, അശ്വതി KS, നിഷ PM എന്നിവർ സംസാരിച്ചു. ചാലക്കുടി നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 80 വയോജനങ്ങൾക്കുള്ള സൗജന്യ കട്ടിൽ വിതരണം നടത്തി. 3,13,200 രൂപയാണ് പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയത്. നഗരസഭാ ചെയർമാൻ എബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആനി പോൾ, പ്രീതി ബാബു, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോർജ് തോമസ്, ജിജി ജോൺസൺ, സുസമ്മ ആന്റണി, കൗൺസിലർമാരായ തോമസ് മാളിയേക്കൽ, KP ബാലൻ, ജോജി കാട്ടാളൻ, VJ ജോജി, ICDS സൂപ്പർവൈസർ ബിന്ദു ലോനപ്പൻ, പ്ലാൻ ക്ലർക്ക് സുരേഷ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തുകളിലും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾ ചെയ്യുന്ന ചില കുറ്റങ്ങളുണ്ട്. അതായത് നായ്ക്കളെ വളർത്തുക, ഒരു സമയം കഴിയുമ്പോൾ വലിയ കൂടി വരും. അത് തന്നെയായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ചെറിയ കാര്യം കൂടെ, വലിയ കാര്യം കൂടെ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ തീരുമാനമെടുത്തതിൻ്റെ പേരിൽ നമ്മൾ കൊടുക്കുന്ന കട്ടിൽ ഏറ്റവും നല്ലത് ഒന്നാണ്. എല്ലാവർക്കും അതൊരു അനുഗ്രഹമാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,875 രൂപ, പവന് 55,000 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ 5 താലൂക്കുകളിലായി നിലവിൽ 11 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ശക്തമായ മഴയിൽ കൊടകരയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. വ്യാപാരി വ്യവസായി സമിതി നേതാവും CPIM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ ബിന്നി ഇമ്മട്ടിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.